ആരോഗ്യരംഗത്ത് പുതിയ നേട്ടം കൈവരിച്ച് കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് തിക്കോടി സ്വദേശിയായ 14-കാരൻ അഫ്നാൻ ജാസിം ആശുപത്രി വിട്ടു. ഇന്ത്യയിൽ ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ രോഗമുക്തനാകുന്നത്. തൊണ്ണൂറ്റിയഞ്ച് മുതൽ 97% വരെ മരണസാധ്യതയുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ലോകത്താകെ 8 പേർ മാത്രമാണ് രോഗമുക്തരായിട്ടുള്ളത്. അതിലൊരാളാണ് കോഴിക്കോട് തീക്കോട്ടയിലെ സിദ്ദിഖ് റെയ്ഹാനത്ത് ദമ്പതികളുടെ മകൻ അഫ്നാൻ. ജൂലൈ 1 അഫ്നാനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പയ്യോളി നഗരസഭയിലുള്ള കാട്ടുംകുളത്തിൽ കുളിച്ചതിനു ശേഷമാണ് കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 14-കാരൻ പോസിറ്റീവായി. 3 ആഴ്ച കഴിഞ്ഞ് നടത്തിയ രണ്ടാം PCR പരിശോധനയിലാണ് ഫലം നെഗറ്റീവായത്. ബേബി മെമ്മോറിയൽ ആശുപത്രി പീഡിയാട്രിക് ഇൻസെന്റീവ് കെയർ മേധാവി ഡോക്ടർ അബ്ദുൾ റൌഫിന്റെ നേതൃത്വത്തിലാണ് കുട്ടിയെ പരിചരിച്ചത്. ആരോഗ്യവകുപ്പ് ജർമ്മനിയിൽ നിന്നും എത്തിച്ച മരുന്നും ആന്റിബയോട്ടിക്, ആന്റി ഫംഗൽ മരുന്നുകളുടെ മിശ്രിതവുമാണ് കുട്ടിക്ക് നൽകിയിരുന്നത്. നേരത്തെ രോഗനിർണയം നടത്താൻ കഴിഞ്ഞതാണ് ചികിത്സയിൽ നിർണായകമായതെന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ അബ്ദുൾ റൌഫ് പറയുന്നു. അന്നേ ദിവസം രാവിലെ 8 മണിക്ക് തന്നെ നമ്മൾ നട്ടലിലെ സ്രവം എടുത്ത് പരിശോധിക്കുകയും അതിന്റെ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പ്രാഥമികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും, അതായത് ഇഞ്ചക്ഷൻ ആംഫോട്രിസിൻ, ഫ്ലൂക്കോണസോൾ, റിഫാംബസിൻ, അസിത്രോമൈസിൻ തുടങ്ങിയ മരുന്നുകളും പിന്നെ ബ്രെയിനിലെ നീര് കുറയാനും അപസ്മാരം വരാതിരിക്കാനുമുള്ള എല്ലാവിധ സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ അവൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി കണ്ടു തുടങ്ങി. അപ്പോൾ നമുക്ക് ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. അത് 3-ാമത്തെ ദിവസം ആരോഗ്യവകുപ്പ് ഇടപെട്ട് നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന പോലെ ജർമ്മൻ മരുന്ന് എന്ന് പറയുന്ന മിൽട്ടിഫോസിൻ എന്ന മരുന്ന് നമുക്ക് അവൈലബിളായി. തുടർന്ന് അതും നൽകുകയുണ്ടായി. ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൻ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും വീണ്ടെടുക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് തുടർച്ചയായി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ഭയക്കേണ്ടതില്ലെന്നും ജാഗ്രത തുടരണമെന്നും ഡോക്ടർ വ്യക്തമാക്കി. ഭീതി പാടില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഇപ്പം ഒരുപാട് കേസ് വന്നായപ്പോഴത്തേക്ക് പ്രശ്നം ഇത് ഒരാളിൽ നിന്ന് വേറൊരാളത്തെ പകരത്തില്ല. പിന്നെ കുളിക്കുന്ന കാര്യം അത് ശരിക്ക് ശുദ്ധീകരിച്ചെടുത്ത് വേണം. സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ ക്ലോറിനേറ്റ് ഒക്കെ ചെയ്തെടുത്ത് മാത്രമേ കുളിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു മെസ്സേജാണ് കൂടുതൽ വേണ്ടത്. പക്ഷെ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ പോലെ ഒരാൾ എന്നോട് പറഞ്ഞ് മഴയത്തിറങ്ങിയാൽ അമീബ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഭീതി ഇതിനകത്തൊന്നും വരാൻ പാടില്ല. അതാണ് നമ്മൾക്ക് പൊതുജനത്തിൽ കൊടുക്കുന്ന മെസ്സേജ്. രണ്ടാമത്തെ കാര്യം, ഇത് ഏർലി ഡയഗ്നോസിസ് ആണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇത്. അപ്പോൾ ആ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചികിത്സ തേടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഇത് രണ്ടുമാണ് നമ്മൾ പൊതുജനത്തിനോട് കൊടുക്കേണ്ട ഒരു അഡ്വൈസ് എന്നുള്ള നിലയിൽ. ഡോക്ടർമാരോടും നഴ്സുമാരോടും ദൈവത്തോടും നന്ദി പറയുന്നുവെന്ന് അഫ്നാൻ വ്യക്തമാക്കി. എന്നെ സംരക്ഷിച്ച എൻ്റെ ഡോക്ടർമാരും പിന്നെ അതേപോലെ സിസ്റ്റർമാരും അവരോട് എല്ലാം ആദ്യമായിട്ട് നന്ദി അറിയും. പിന്നെ എന്നെ അനുഗ്രഹിച്ച ദൈവത്തിനോടും ആദ്യം നന്ദി അറിയുന്നു. ഏകമകൻ അഫ്നാനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് സിദ്ദിഖ് റെയ്ഹാനത്ത് ദമ്പതികൾ. അങ്ങനത്തെ അവസ്ഥയാണ് വളരെ ഒരുപാട് സന്തോഷം. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തോൽപ്പിച്ച് ചാമ്പ്യനായി അഫ്നാൻ മടങ്ങുമ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ വിജയം കൂടിയാണിത്. ഈ 15-കാരൻ്റെ തിരിച്ചുവരവ് വലിയ പ്രതീക്ഷയാണ് ആരോഗ്യരംഗത്ത് നൽകുന്നത്. ക്യാമറാമാൻ വിഷ്ണു സാനന്ദിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.